നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ ഇന്ന് കുറേ അധികം വഴക്ക് കേട്ടുകവരായിരിക്കും. പല കാരണങ്ങൾക്ക് നമ്മൾക്ക് വഴക്ക് കിട്ടുമല്ലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. സ്കൂളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ശരിക്കുമുള്ള പഠനം ക്ലാസ് മുറിക്ക് പുറത്താണ് എന്ന് വിവരമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു അധ്യാപകൻ സ്കൂൾ അടയ്ക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇനി അവധിക്കാലമാണ്, നമ്മൾ 10 ദിവസങ്ങൾ കഴിഞ്ഞേ കാണൂ, എല്ലാവരും കിട്ടുന്ന സമയം എന്തെങ്കിലും കാര്യമായിട്ട് പഠിക്കാൻ ഉപയോഗിക്കണം എന്നദ്ദേഹം പറഞ്ഞു വിട്ടു. എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് 3 വിദ്യാർത്ഥികൾ, ഫ്രണ്ടിലിരുന്ന 3 വിദ്യാർത്ഥികൾ തലയാട്ടി ഈ സംഭവം കേട്ടു. അങ്ങനെ സ്കൂൾ വീണ്ടും തുറന്നു, അവധിയൊക്കെ കഴിഞ്ഞു. വിദ്യാർത്ഥികളെയൊക്കെ അടുത്ത് വിളിച്ച്, അവധിക്കാലത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ ഒട്ടും സമയം പാഴാക്കാതെ പഴയ പാഠഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ മറിച്ചു നോക്കി മനസ്സിരുത്തി പഠിച്ചു. ആദ്യത്തെ കുട്ടി പറഞ്ഞ ഇതാണ്. രണ്ടാമൻ്റെ ഊഴമായി, ഞാൻ പഠിച്ചു, കുറച്ച് കഴിഞ്ഞ് മടുത്തു, അപ്പോൾ പോയി കളിച്ചു. രണ്ടാമൻ എങ്ങനെയാണ് മറുപടി പറഞ്ഞ്? മൂന്നാമൻ്റെ മറുപടി കുറച്ച് വ്യത്യസ്തമായി. ഞാൻ പഠിക്കാനിരുന്നു, പക്ഷേ വേഗം ഞാൻ മടുത്തുപോയി. പിന്നെ വീട്ടിലെ പഴയ റേഡിയോ പെട്ടിരിക്കുന്നത് എന്നെ ശ്രദ്ധപ്പെട്ടു. അതിൻ്റെ വയറുകൾ പിരിച്ചു ചേർത്ത് പുതിയൊരു ബാറ്ററി ഇട്ട് അത് ശരിയാക്കി വെച്ചു. അത് നന്നായിട്ട് പാടുന്നുണ്ട്. 3 പേരുടെയും മറുപടി കേട്ട് അധ്യാപകൻ കുറച്ചു നേരം അങ്ങനെ മിണ്ടാതെ നിന്നു. അതിനുശേഷം മൂന്നാമനെ അടുത്തേക്ക് വിളിച്ച് അവൻ്റെ തോളിൽ കയറ്റു. നീയാണ് മിടുക്കൻ, നീ മാത്രമാണ് പുതിയൊരു കാര്യം ചെയ്ത് പഠിച്ചത്. അധ്യാപകൻ കയ്യിൽ കരുതിയിരുന്ന സമ്മാനം മൂന്നാമന് കൊടുത്തു. ഇതെന്താ പറയുന്നത്? ഈ ഉദാഹരണം നമ്മോട് എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം കളയുന്നത് മിക്കപ്പോഴും ഒരു താല്പര്യമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടായിരിക്കും. എന്നാൽ അതാണോ വേണ്ടത്? ശരിക്കും സമയമുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള, നമ്മളെ മടുപ്പിക്കാത്ത, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വേഗം ചെയ്യണം. അത് പുതിയ കാര്യമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഈ കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ചോദ്യം വയ്ക്കുകയാണ്. ഏത് ചോദ്യം? അതായത് ഏറ്റവും അധികം സമയം ചെലവഴിക്കേണ്ടത് നമുക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിലാണോ താല്പര്യമുള്ള കാര്യത്തിലാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ പെട്ടെന്ന് തന്നെ മറുപടി കണ്ടെത്തും എന്നെനിക്കറിയാം. അപ്പം സമയം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോകത്ത് ഏറ്റവും വിലപ്പെട്ട സാധനം എന്താണ്? സമയം മാത്രമാണ്. ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ടൈം. മോസ്റ്റ് വാല്യുബിൾ തിങ് എന്ന് പറയുന്നത് സമയമാണ്. അപ്പോൾ സമയം വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. അതേസമയം സൂക്ഷിച്ച് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. സമയമുണ്ട്, നമ്മൾ സമയം നല്ല കൃത്യമായി ആസൂത്രണം ചെയ്ത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സമയം കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.